ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ 2 മഹത്തായ അത്ഭുത സാക്ഷ്യമാണ് നൽകപ്പെടുക. ശതാധിപൻ ഈശോയുടെ അരികിൽ വൃത്തിന് വേണ്ടി വിശ്വാസത്തോടുകൂടി യാചിച്ചപ്പോൾ പ്രത്യാശയോടുകൂടി യേശു സൗഖ്യം നൽകുന്നുണ്ട്. നിന്റെ ഭവനത്തിൽ ഞാൻ വന്ന് സൗഖ്യം നൽകാമെന്ന് പറഞ്ഞപ്പോൾ അവനിങ്ങനെ നിലവിളിക്കുന്നു, കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ഭൃത്യൻ സൗഖ്യം പ്രാപിച്ചുകൊള്ളും. ആ വിശ്വാസത്തിൻ്റെ ആഴം കണ്ട് യേശു പറഞ്ഞു, പൊക്കൊള്ളുക, നിന്റെ ഭൃത്യൻ ജീവിക്കും. ഉറപ്പാണ്, വിശ്വാസത്തിൽ ആഴമുണ്ടെങ്കിൽ പ്രത്യാശിക്കുന്നവ ലഭിക്കുക തന്നെ ചെയ്യും. അതിന് ഏറ്റവും മഹത്തായ അടയാളമാണ് ഇന്നത്തെ സുവിശേഷം. വിശുദ്ധ കുർബാനയിലെ പരമപ്രധാനമായ പ്രാർത്ഥന കൂടിയാണ്, കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന നിലവിളി. നമ്മൾ അയോഗ്യരെങ്കിലും ദൈവം നമ്മോട് കരുണ കാണിക്കുകയും നമ്മെ സൗഖ്യപ്പെടുത്തുകയും അവിടുത്തെ കൃപാവരം നമ്മുടെ മേൽ ചൊരിയുകയും ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന ബലം എന്തെന്നോ, നാം ഏത് വിദൂര ദേശത്ത് ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും സ്വർഗം നിന്റെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുമെന്നതാണ്. സത്യത്തിൽ രോഗിയുടെ വിശ്വാസത്തിനല്ല സൗഖ്യം ലഭിക്കുക, രോഗിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവരുടെ വിശ്വാസത്താലാണ്. നാം ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ആ വ്യക്തി ദൈവത്തിൽ വിശ്വസിക്കാത്ത വ്യക്തിയാണെങ്കിൽ പോലും നമ്മുടെ വിശ്വാസത്തിൻ്റെ ബലങ്ങളിൽ അവർക്ക് സൗഖ്യവും ആശ്വാസം നൽകാൻ കഴിയും. അത് എത്ര വിദൂരമാണെങ്കിലും ക്രിസ്തു പറഞ്ഞ അതേ മണിക്കൂറിൽ അവൻ സൗഖ്യപ്പെട്ടു എന്ന് ഇന്നത്തെ സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതെ, കാലങ്ങൾക്കും യുഗങ്ങൾക്കും അതീതനായവൻ, പ്രപഞ്ചശക്തിക്ക് അതീതനായവൻ ക്രിസ്തു തൻ്റെ വാക്കിലൂടെ നമുക്ക് സൗഖ്യവും കൃപയും പ്രദാനം ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷത്തിലെ 2ാമത്തെ അത്ഭുതമാണ് പത്രോസിൻ്റെ അമ്മായിയമ്മയെ യേശു സൗഖ്യപ്പെടുത്തുന്നത്. രോഗബാധിതയാണ് എന്ന് മറ്റുള്ളവർ യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു ഉടനെ അവളുടെ കൈക്ക് പിടിച്ച് സൗഖ്യത്തിലേക്ക് നയിച്ചു. ക്രിസ്തുവിന് അസാധ്യമായ ഒന്നുമില്ല. അവിടുന്ന് നമ്മുടെ രോഗങ്ങളെ സുഖപ്പെടുത്തുകയും നമ്മുടെ ഹൃദയവ്യഥകളെ ആശ്വാസമാക്കി മാറ്റുകയും ചെയ്യും. ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ സൗഖ്യം സ്വീകരിച്ചവർ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിതയാത്ര തുടരുന്നുണ്ട്. ക്രിസ്തുവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചവർ ക്രിസ്തുവിനെ സ്നേഹപൂർവ്വം അനുധാവനം ചെയ്യുകയും അവിടത്തേക്ക് ദിവ്യമായ ശുശ്രൂഷ ചെയ്യുകയും ചെയ്തതുപോലെ നാം സ്വീകരിക്കുന്ന എല്ലാ നന്മകൾക്കും ദൈവത്തിന് നമുക്ക് വിശ്വസ്തയോടുകൂടി ശുശ്രൂഷ ചെയ്യാം. നമുക്ക് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിക്കും ക്രിസ്തുവിൻ്റെ സാന്ത്വനവും സ്പർശനവും പകരാം. അവിടെ നമ്മെ സ്നേഹിക്കുന്നത് പോലെ കൃപയോടുകൂടി മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കൃപാവരം പ്രാർത്ഥിക്കാം. വചനത്തിലൂടെയും സ്പർശനത്തിലൂടെയും യേശു സൗഖ്യപ്പെടുത്തിയതുപോലെ അതേ കൃപയുടെ മഹത്വം ഇന്നും തുടരുന്നു. നമ്മുടെ കരങ്ങളിലൂടെ വാക്കുകളിലൂടെ അനേകർക്ക് കർത്താവിൻ്റെ സൗഖ്യവും രക്ഷയും അനുഭവവേദ്യമാകട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.